എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. ഇത് ചോറിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സെമി ഗ്രേവി ടൈപ്പിലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആക്കി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ എങ്ങനെ വെണ്ടയ്ക്ക കടയിൽ നിന്ന് മൂക്കാത്ത വെണ്ടയ്ക്ക എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്ക അരിയുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ലേ, അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ വെണ്ടയ്ക്ക അരിയാന്നുള്ളതും ഞാൻ ആ റെസിപ്പിക്കകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് ആ റെസിപ്പി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ട ആവശ്യമുള്ളത് സവാളയാണ്. ഞാനൊരു ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് ചൂടാക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല, അതായത് വെജിറ്റബിൾ ഓയിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് അതിനകത്തേക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് കടുക് താളിച്ചാലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ആദ്യം തന്നെ കടുക് എല്ലാം പൊട്ടിക്കും, അതിനകത്തേക്കാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ സമയത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ആ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ഉപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കുകയും ചെയ്യും. അതുപോലെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വെണ്ടയ്ക്കകത്ത് തന്നെ നല്ല വെള്ളമുണ്ട്. അതൊരു കൊഴുപ്പുണ്ടല്ലോ, അത് ചൂടാകുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വേവുകയും ചെയ്യും. ഇപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരിക്കും. അതായത് ഒരു മിനിറ്റ് നേരമെങ്കിലും നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ബാലൻസ് പൊടികളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ പുളിവെള്ളം എടുക്കാം. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് നല്ലപോലെ സ്റ്റീം ഒന്നുകൂടെ കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുളിവെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കുക. അപ്പോൾ ഒരുപാട് പുളി ആവശ്യമില്ലാത്തവർ ഇത്രയും വെള്ളം ചേർക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ആ പുളിവെള്ളം ആ കറിയുടെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കറി അതായത് പുളി ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ആ കറിയുടെ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് മാത്രമേ പുളിയുടെ വെള്ളം കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് സെമി ഗ്രേവി ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്നുകൂടെ വറ്റിച്ചെടുത്താൽ മതിയായിരിക്കും. ഞാനിപ്പോൾ സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചോറിന് കൂട്ടാൻ പറ്റിയ, അതായത് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക വെച്ചുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.